സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുക, സംസ്ഥാനങ്ങൾക്ക് വിഭവസമാഹരണം നടത്താനുള്ള സാധ്യതകൾ വെട്ടിക്കുറയ്ക്കുക, ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടി ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട് നടപ്പാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അത് നടപ്പാക്കാതെ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സർക്കാർ മറ്റൊരു രീതി അവലംബിച്ചത്, അതിന് കേരളത്തിൽ വലിയ ഉദാഹരണങ്ങളുണ്ട്. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് അനുവദിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അത് 2019-20 ബജറ്റിൽ പ്രഖ്യാപിച്ചു. കേരളമാണ് അതിൻ്റെ ഏറ്റവും വലിയ രക്തസാക്ഷി. കേന്ദ്രം കേരളത്തെ വലിയ തോതിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ബജറ്റിന് പുറത്ത് കടമെടുത്തതിനെക്കുറിച്ച്. കിഫ്ബി വഴി നടപ്പാക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പനി വഴി ഒക്കെ എടുത്ത കടത്തിൻ്റെ പേരിലാണ് കേരളത്തെ കുറ്റപ്പെടുത്തുന്നത്. അതുവഴി കേരളം ബജറ്റിന് പുറത്ത് വൻ തുക കടമെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ തുകയെ കേരളത്തിൻ്റെ മുഴുവൻ കടത്തിൻ്റെ ഭാഗമാക്കി വയ്ക്കുകയും കേരളത്തിന് തുടർന്ന് കടമെടുക്കാവുന്ന തുക വെട്ടിക്കുറയ്ക്കുകയും പരിധി വെട്ടിക്കുറയ്ക്കുകയുമാണ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ തുടരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു ഹർജിയും ഫയൽ ചെയ്തിട്ടുണ്ട്. അതങ്ങനെ നിൽക്കുമ്പോൾ ഇതെന്തുകൊണ്ടാണ് സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കാൻ, സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരത്തെ, വിഭവസമാഹരണ ശേഷിയെ ഒക്കെ നിയന്ത്രിക്കാനുള്ള ഗ്യാരണ്ടിയായി മാറുന്നത് എങ്ങനെയാണ് എന്ന് നോക്കണ്ടേ. അതിന് 2019-20 കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് നോക്കിയാൽ മതി. കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറയുന്നത്. FRBM, അതായത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട്, ധന ഉത്തരവാദിത്ത നിയമത്തിൻ്റെ പരിധിയിൽ കേന്ദ്ര സർക്കാർ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഈ ഓഫ് ബജറ്റ് ബോറോയിങ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പിനെക്കുറിച്ച് CAG പറയുന്നു. അതിലിങ്ങനെയാണ് പറയുന്നത്: എയർ ഇന്ത്യ അസറ്റ് ഹോൾഡിങ്സ് ലിമിറ്റഡ് സർക്കാർ ഗ്യാരണ്ടിയിലെടുത്ത 14,985 കോടി രൂപ, ഇന്ത്യൻ റെയിൽവേസ് ഫിനാൻസ് കോർപ്പറേഷൻ എടുത്ത 36,440 കോടി രൂപ, വളത്തിൻ്റെ സബ്സിഡി ഇനത്തിൽ കുടിശ്ശികയായ 43,483 കോടി രൂപ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കടമെടുത്ത 74,988 കോടി രൂപ. ഈ പറയുന്ന സഹസ്ര കോടികൾ ഇതൊന്നും ബജറ്റ് കണക്കിൽ കാണാനേയില്ല എന്നാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറയുന്നത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് കണക്കിൽ മേൽപ്പറഞ്ഞ വലിയ കോടികളുടെ കണക്കുകളൊന്നും കാണാനില്ല. ഇത് ബജറ്റിന് പുറത്ത് സർക്കാർ ഗ്യാരണ്ടി നിന്ന് കടമെടുത്തതാണ്. അത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളോ കേന്ദ്ര സർക്കാർ വകുപ്പുകളോ ഒക്കെ ഇങ്ങനെ സർക്കാർ ഗ്യാരണ്ടി നിന്ന് കടമെടുത്തിട്ടുണ്ട്. ആ പണമൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് ഡോക്യുമെൻറ്റിൽ കാണാനില്ല എന്നാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറയുന്നത്. ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് അവിടെ വച്ചിട്ടാണ് കേരളം കിഫ്ബി വഴിയായും സാമൂഹ്യ പെൻഷൻ കമ്പനി വഴിയും ബജറ്റിന് പുറത്ത് കടമെടുത്തു. അത് സഹിക്കവയ്യാത്ത കുറ്റമാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കും എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നതും ഒരു പരിധിവരെ അത് വെട്ടിക്കുറച്ചതും. അപ്പോൾ ഇவ்விധത്തിൽ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്കും ഓഫ് ബജറ്റായി ബജറ്റിന് പുറത്ത് കടമെടുക്കാം. അത് എത്ര വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ കണക്കുകളൊന്നും കേന്ദ്രം ബജറ്റിൽ കാണിക്കുന്നില്ല എന്നുള്ള വസ്തുത അവിടെ നിൽക്കുന്നു. അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഈ കണക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ നിതി ആയോഗിൻ്റെ CEO BVR സുബ്രഹ്മണ്യം ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതും അദ്ദേഹം പങ്കെടുത്ത ധനകാര്യ റിപ്പോർട്ടിംഗ് സംബന്ധിച്ച സെമിനാറിലാണ് പറയുന്നത്. വസ്തുതകൾ മറച്ചു വയ്ക്കുന്നതിന് ബജറ്റുകൾ ഏത് വിധത്തിലാണ് ശ്രമിക്കുന്നത് എന്ന് പുറത്തു വരണമെങ്കിൽ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പോലൊന്നും വേണ്ടിവരും എന്നാണ് നിതി ആയോഗിൻ്റെ CEO ആയ BVR സുബ്രഹ്മണ്യം പറഞ്ഞത്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് അറിയാമല്ലോ. അദാനിയുടെ കമ്പനികൾ ഏത് വിധത്തിലാണ് ഇവിടെ നിന്ന് പണം വിദേശത്തേക്ക് കടത്തുകയും വിദേശത്ത് ഷെൽ കമ്പനികൾ രൂപീകരിച്ച് ആ കമ്പനികൾ വഴി തിരിച്ച് ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് ആ പണം എത്തിച്ച് ഓഹരികൾ വാങ്ങിക്കൂട്ടി അദാനി ഗ്രൂപ്പിൻ്റെ കമ്പനികളുടെ ഓഹരി വില ഊതി വീർപ്പിച്ചത് എങ്ങനെയാണ് എന്നുമാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പറഞ്ഞത്. അതുപോലെ ഏതെങ്കിലും ഒരു ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നാൽ മാത്രമേ കേന്ദ്ര സർക്കാർ ബജറ്റിലൂടെ വസ്തുതകളെ മറച്ചു വെച്ച് കണക്കുകൾ കൊണ്ട് കളിക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് BVR സുബ്രഹ്മണ്യം പറഞ്ഞത്. അതങ്ങനെ ആയിരിക്കെയാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരത്തെ നിയന്ത്രിക്കാനും അവരുടെ വിഭവസമാഹരണ ശേഷിയെ ചുരുക്കാനും വേണ്ടി ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് നിയന്ത്രിക്കണം എന്ന നിബന്ധന കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം വെട്ടിക്കുറയ്ക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ളത് മോദിയുടെ ഗ്യാരണ്ടിയായി നമുക്ക് കാണേണ്ടി വരും.